ഈ എക്സാം എഴുതാൻ പോകുന്നതേ ഇവൾക്ക് കറങ്ങി നടക്കാനുള്ള എളുപ്പ വഴിയാ മുത്തശ്ശ. പഠിക്കാൻ പോവാതെ വീട്ടിൽ നിന്നാ ഇവൾ അപ്പ പിടിച്ച് കെട്ടിക്കും. കറങ്ങി നടക്കാനുള്ള ലൈസൻസാ ഇവൾക്ക് പഠിപ്പും പരീക്ഷയൊക്കെ. എന്തിനാണ് പല്ലവി ഈ നട്ട കുരുക്കാത്ത കള്ളം പറയുന്നേ? എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയ വീട്ടിലൊരു സഹായാവും. നിനക്കേ പഠിക്കാൻ വയ്യ എന്നാ പഠിക്കാൻ കഴിവുള്ളവരെ ഒന്ന് ബഹുമാനിക്കാൻ പഠിക്കടി. അവളുടെ ഒരു താഴ്ത്തിക്കെട്ടിയ സംസാരം, അഹങ്കാരി. അമ്മയും മോളും ഇങ്ങനെ കൊമ്പ് കോർത്ത് നിന്ന ബസ് അതിന്റെ പാട്ടിന് പോവും. നിങ്ങൾ കാരണം ഈ പാവം സുരഭിയുടെ പരീക്ഷ വെള്ളത്തിലാവും. ശരി മുത്തശ്ശ, ഞങ്ങൾ ഇറങ്ങാം. ബാക്കി ഗുസ്തി തിരികെ വന്നിട്ടാവാം. ആ പല്ലവി, എന്തായത് സഞ്ജിയോ? ഈ ഗെറ്റപ്പില് ഞാൻ എങ്ങനെ ഇത് തൂക്കിക്കൊണ്ട് പോവും അമ്മേ? കഷ്ടമുണ്ട് കേട്ടോ. മുത്തശ്ശ ഒന്ന് പറ മുത്തശ്ശ. എടി ഇത് ഇത്തിരി മധുരസേവയാ. പാർവതിക്ക് വലിയ ഇഷ്ടാ. പട്ടണത്തിലൊന്നും കിട്ടില്ല, നീ ഒന്ന് കൊണ്ടുപോ. പട്ടണത്തിൽ കിട്ടാത്ത സാധനങ്ങളോ? അമ്മ ഏത് ലോകത്താ ജീവിക്കുന്നത്? അവിടെ എല്ലാം കിട്ടും. മധുരസേവ തന്നെ പല ടൈപ്പ് കിട്ടും, അറിയോ അമ്മയ്ക്ക്? ഇത് ഞാൻ കൊണ്ടുപോയി വിശാൽ സാറിന് കൊടുത്താ സാർ എന്ത് വിചാരിക്കും എന്നെ പറ്റി? അവരെല്ലാരും മധുരസേവ കാണാതെ കിടക്കല്ലേ. ഒന്ന് പോ അമ്മ അവിടുന്ന്. അച്ചപ്പം കുഴലപ്പം ഒക്കെ ഇല്ലേ, അത് മതി. പല്ലവി, നീ പറയുന്ന പോലെ അവരൊക്കെ ചിലപ്പോ ഇത് കഴിച്ചിട്ടുണ്ടാവാം. പക്ഷെ നമ്മൾ സ്നേഹത്തോടെ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന രുചി അതെത്ര കാശ് കൊടുത്താലും കടയിൽ നിന്ന് വാങ്ങുന്നതിന് കിട്ടില്ല മോളെ. മുത്തശ്ശൻ പറഞ്ഞതുകൊണ്ട് ഈ തല്ലിപ്പള്ളി സഞ്ചി ഞാൻ കൊണ്ടുപോവാ. മുത്തശ്ശൻ പറഞ്ഞതുകൊണ്ട് മാത്രം. അംബികെ, ഞാൻ ഇവരെ ബസ് കയറ്റി വിട്ടിട്ട് വരാം. ആ മോളെ സുരഭി, നല്ലപോലെ പരീക്ഷ എഴുതണേ. പിന്നെ ഈ ഇടക്കക്കാരി ഒന്ന് ശ്രദ്ധിക്കണേ മോളെ. ആര്? സുരഭിയോ? അമ്മയ്ക്ക് എന്തറിയാം? ഇവളെ ഞാനാ സൂക്ഷിച്ചു കൊണ്ടുവരാൻ പോവുകയും ചെയ്യുന്നത്. ഒരു അവസരം കിട്ടിയ അപ്പ എന്നെ കുറ്റപ്പെടുത്തിക്കോണം. വാടി. ഉദിനൂരമ്മേ, കാത്തോളണേ. ആദ്യമായിട്ട് എന്റെ കുട്ടി ഒറ്റയ്ക്ക് പട്ടണത്തിൽ പോകുന്നത്. എന്റെ കുട്ടികളെ കാത്തോളണേ ഭഗവതി. കണ്ടില്ലേ പ്രതാപ, എന്താണോ ചെയ്തുകൂടാത്തത് അത് മാത്രമേ ചെയ്യൂവെന്ന വാശിയില്ല ചിലരിവിടെ. ഗോപിയേട്ടന്റെ കാര്യം അയാള് നോക്കട്ടെ എന്നൊരു ആവേശത്തിന്റെ പുറത്താ ഞാനൊന്ന് പറഞ്ഞതെങ്കിലും അയാളെ കൊണ്ടത് പറ്റുമെന്ന് എനിക്ക് ഒരുറപ്പുമില്ലായിരുന്നു. ഇപ്പോഴും ഇല്ല. പിന്നെന്തിനാ ആ കിളവി അയാളെ എഴുന്നള്ളിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നത്? ചേച്ചി, ചേച്ചി പാവള് കണ്ടിട്ടില്ലേ? സംഭാഷണമൊന്നുമില്ല, എല്ലാം ആംഗ്യ ഭാഷയില. പക്ഷെ നമുക്ക് കാര്യം മനസ്സിലാവും. അങ്ങനൊരു കളിയാ അകത്തരങ്ങേറാൻ പോകുന്നേ. കണ്ണു കാണാത്ത ആളും സംസാരിക്കാത്ത ആളും തമ്മിൽ. ചേച്ചി വാ, നമുക്ക് ആ പാവക്കൂത്തൊന്ന് കാണാം. നല്ല രസമായിരിക്കും. വാ. നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ പ്രതാപ? അവരുടെ പേക്കൂത്ത് കാണാനൊന്നും എനിക്ക് നേരമില്ല. നീ നിന്റെ കാര്യം നോക്ക്. എന്റെ ചേച്ചി, ഒന്നിനെ നമ്മൾ വില കുറച്ച് കാണരുത്. ആറ്റം ബോംബിന്റെ വലിപ്പം വളരെ ചെറുതാ, പക്ഷേ അത് പൊട്ടിയാലുണ്ടാവുന്ന വിപത്ത് വളരെ വലുതുമാണ്. ഈ ലോകം തന്നെ തീർന്നു പോകും. ദേ, അവരറിയാതെ അവരുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കുന്നത് നമുക്ക് ഗുണമല്ലാതെ ഒരു ദോഷം ഉണ്ടാക്കില്ല. ചേച്ചി ധൈര്യമായിട്ട് വാ. ചേച്ചി ഇങ്ങോട്ട്. ഗോപി, ചന്ദ്രൻ നിന്നെ കാണണമെന്ന് പറഞ്ഞു. അതാ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്.
അയ്യോ, മാപ്പാക്കണം സാർ. ഞാൻ വയ്യാത്ത കൈയാണെന്ന് പെട്ടെന്ന് ഓർത്തില്ല. ചന്ദ്രൻ ഇരിക്കെ. ആ, എന്റെ മോൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല ചന്ദ്ര. അവനെ ദ്രോഹിച്ചവരോട് പോലും ക്ഷമിച്ചിട്ടേ ഉള്ളൂ. എന്നിട്ടും ഈശ്വരൻ എന്തിനാ എന്റെ മോനോട് ഇങ്ങനെ ഒരു ക്രൂരത കാണിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കെല്ലാം അറിയാം അമ്മേ. ഈ നാടിനു വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയും എത്രമാത്രം കാരുണ്യ പ്രവൃത്തികളാ ഗോപി സാറും ഗായത്രി അമ്മയും ചെയ്തിട്ടുള്ളത്. മനസ്സിൽ നന്മയുള്ളവരെ ദൈവം പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു പരീക്ഷണവാ ഇപ്പൊ ഗോപി സാറ് നേരിടുന്നത്. പല സത്യങ്ങളും പുറത്തു കൊണ്ടുവരാനുള്ള പരീക്ഷണം. സത്യങ്ങളോ? ചന്ദ്രൻ എന്താ ഉദ്ദേശിച്ചത്? ഗോപി സാറിന് ഇപ്പൊ ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടായതും ഗായത്രിയെ മകാലത്തിൽ മരണപ്പെട്ടതും എന്തുകൊണ്ടാണെന്ന് അമ്മ ചിന്തിച്ചിട്ടുണ്ടോ? അതിന്റെ പിന്നില് വ്യക്തമായ ഒരു കാരണമുണ്ട്. പ്രതാപ, സാറും ഗായത്രി അമ്മയും അവരറിയാതെ ഒരു വലിയ തെറ്റ് ചെയ്തു. വലിഞ്ഞു കയറി വന്ന ചില നന്ദികെട്ട നായ്ക്കൾക്ക് പാലും ചവും നൽകി ഊട്ടി വളർത്തി. നമ്മളെയാണോ ചേച്ചി? അവസരം വന്നപ്പോ അതേ നായ അവരെ തിരിഞ്ഞു കടിച്ചു. ആ നന്ദികെട്ട നായ്ക്കളെ അവര് തിരിച്ചറിയാൻ വൈകി. ആ തെറ്റിന്റെ ശിക്ഷയാ ഇങ്ങനെ ഒരു ദുരനുഭവത്തിന് കാരണം. ചേച്ചി, ഇത് ആ ചെക്കല്ലേ? ആ പഴയ ചെക്ക് ലീഫല്ലേ ഇത്? അതെ പ്രതാപ. ഇതെങ്ങനെ ഇവിടെ വന്നു? വാ. എന്റെ മനസ്സു പറയുന്നു എന്റെ ഗോപി സാറ് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കുമെന്ന്. ആ നന്ദികെട്ട നായ്ക്കളെ അദ്ദേഹം തിരിച്ചറിയുമെന്ന്. താൻ എന്തൊക്കെയാടോ പറഞ്ഞു ഫലിപ്പിക്കുന്നേ? ആരാ ഇവിടുത്തെ നന്ദികെട്ട നായ്ക്കള്? തനിക്ക് ഗോപിയേട്ടനെയും ഗായത്രി ദേവിയെയും എങ്ങനെ അറിയാം? ശരിക്കും താൻ ആരാ? ബുദ്ധനും ശങ്കരനും ഉത്തരം തേടിയ ചോദ്യ പ്രഭാവതി മേഡം ഇപ്പൊ ചോദിച്ചത്. അത് സ്വയം ചോദിക്കുന്നതാവും ഏറ്റവും ഉചിതം. ഞാൻ ആര്? ഗായത്രി ദേവിയെയും ഗോപിനാഥ് സാറിനെ അറിയാത്തവരായി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആരും ഉണ്ടാവില്ല. ഒരുപാട് സഹായങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് ഞാനും കൈപ്പറ്റിയിട്ടുണ്ട്. എല്ലാം പോസ്റ്റ് ഓഫീസ് വഴിയോ ബാങ്ക് വഴിയോ ആയിരുന്നു. കാഴ്ചയുള്ളപ്പോ ഒന്ന് നേരിട്ട് കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ കാഴ്ച നഷ്ടപ്പെട്ടപ്പോഴാ ദൈവം അതിനൊരവസരം ഉണ്ടാക്കിയത്. ഇടകളവ, അളിയന്റെ മനസ്സ് വിഷമിപ്പിക്കുന്നതെന്ന് ആരും പറയരുതെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഈ കഥാപ്രസംഗം മതിയാക്കിയിട്ട് വേഗം സ്ഥലം കാലിയാക്ക്. പ്രതാപ, ഗോപിയെ കാണാനാ ചന്ദ്രൻ ഇങ്ങോട്ട് വന്നത്. അയാൾക്ക് പറയാനുള്ളത് പറയട്ടെ. അതിന് നീ വിലങ്ങുതടിയാകാതെ പോകാൻ നോക്ക്. കേട്ടോ ചേച്ചി, നല്ലത് പറഞ്ഞപ്പോ നമ്മൾ ഔട്ട്.
പരദൂഷണം കേൾക്കാൻ താല്പര്യമുള്ളവരെ ഉപദേശിച്ച് നന്നാക്കാമെന്ന് വിചാരിക്കരുത് പ്രതാപ. അത് മൂഢത്വമാ. അവര് കഥാപ്രസംഗം നടത്തുകയോ കഥകളി ആടുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഒടുവില് നിലവിളി കേൾക്കുമ്പോ ഓടി വരാൻ നീയും ഞാനും മാത്രമേ ഉണ്ടാവൂ. അപ്പൊ നമുക്ക് വരാം. നീ വാ. അമ്മേ, ആ പറഞ്ഞത് കാര്യമാക്കണ്ട. അസ്ഥാന ജൽപ്പനങ്ങൾ അസ്ഥിരതയുള്ളവരുടെ നാവിൽ നിന്നേ വരൂ. സംഭവാമി യുഗേ യുഗേ. ചന്ദ്രന് കുടുംബമൊന്നുമില്ലേ? കാഴ്ച നഷ്ടപ്പെട്ടത് ഈ അടുത്ത കാലത്താണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അമ്മേ, കൂടുമ്പോ ഇമ്പമുണ്ടാവുന്നതാണല്ലോ കുടുംബം. എന്റെ ജീവിതത്തിലും അങ്ങനെ ഒരു ഇമ്പം ഉണ്ടായിരുന്നു. ആ, അതെല്ലാം ജീവിതത്തിന്റെ പിന്നാമ്പുറ കഥകളാ അമ്മേ. അവസരം വരുമ്പോ എല്ലാം പറയാം. ഇതിപ്പോ കഴിച്ചിട്ടിറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയിലായല്ലോ ചേച്ചി. ആ കിളവൻ മണിമണി പോലല്ലേ പഴയ കാര്യങ്ങൾ പറയുന്നേ. അയാൾക്ക് സകല കാര്യങ്ങളും അറിയാം. കണ്ണില്ലെങ്കിൽ എന്താ, വാചക കസരത്തിന് വല്ല കുറവുണ്ടോ? അന്ധനായ ചന്ദ്രശേഖരൻ പറഞ്ഞതുപോലെ ഈ വീട്ടിലെ ഉപ്പും ചോറും ധാരാളം തിന്നവനാ നിന്റെ അളിയൻ, അതായത് എന്റെ പഴയ ഭർത്താവ്. എന്തൊക്കെ തിന്നിട്ട് എന്താ കാര്യം ചേച്ചി? ഇപ്പൊ കിടക്കുന്നവിടെ ജയിലില്. അത്രയും വലിയ സേവനമല്ലേ അളി ഈ വീട്ടിന് വേണ്ടി കാഴ്ചവെച്ചത്. ഏത് നിമിഷവും ശിക്ഷ കഴിഞ്ഞ് ജയിലിൽ നിന്ന് അയാൾ പുറത്തു വരും. അതോർക്കുമ്പോഴാ എന്റെ ഉള്ളിലൊരാളൽ. അത് വരുമ്പോഴുള്ള കാര്യമല്ലേ ചേച്ചി. ഇപ്പോഴേ അതോർത്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. കൂളായിട്ടിരിക്കേ ചേച്ചി, കൂളായിട്ടിരിക്കേ. അങ്ങനെ കൂളാവാൻ പറ്റില്ല പ്രതാപ. നമ്മള് ജാഗ്രതയോടെ ഇരിക്കണം. നമുക്ക് മുന്നിൽ മാത്രമായിരിക്കരുത് കണ്ണ്, പിന്നിലും ഉണ്ടായിരിക്കണം. കാരണം ശേഖരൻ ഒരു മുറിവേറ്റ വേട്ടനായാണ്. വേട്ടനായ്ക്ക് കൂറെപ്പോഴും യജമാനനോട് മാത്രമായിരിക്കും. അതോർത്താ നമുക്ക് കൊള്ളാം. അപ്പോ ചേച്ചി എന്താ പറഞ്ഞു വരുന്നേ? ഒന്ന് തെളിച്ചു പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. പ്രതാപ, അയാള് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ദിവസം അയാള് കൊല്ലപ്പെടണം. അതെങ്ങനെയായാലും വേണ്ടില്ല, അത് സംഭവിച്ചിരിക്കണം. അതൊരു ആക്സിഡന്റ് ആയാൽ ഉത്തമം. അയാൾ ഇവിടെ എത്തിയാലുണ്ടാവുന്ന ഭൂകമ്പം ഞാൻ പറയാതെ തന്നെ നിനക്ക് ഊഹിക്കാവല്ലോ. അക്കാര്യത്തിൽ ചേച്ചി പേടിക്കണ്ട. അളിയനെ ഞാൻ തട്ടിയിരിക്കും. അതിനി എന്ത് റിസ്ക് എടുക്കേണ്ടി വന്നാലും ശരി, ഞാനത് ചെയ്തിരിക്കും. മുത്തപ്പനാണ് സത്യം. പ്രഭാവതി, ഈ ശേഖരനെ കൊല്ലാൻ നോക്കുന്ന സമയം നീ രക്ഷപ്പെടാനുള്ള മാർഗം നോക്ക്. ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും നിനക്ക് രക്ഷയില്ല. നിന്റെ സമയം നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞു. ഞാനാ നിന്റെ കാലൻ. ആദ്യത്തെ വീട്ടിൽ വെച്ച് തന്നെ എന്റെ കമ്മല് നഷ്ടപ്പെട്ടെന്ന് എനിക്ക് തോന്നിയതാ.
പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ഓർത്തതുമില്ല, അന്വേഷിച്ചതുമില്ല. ഇന്ന് ജാസ്മിന്റെ വശം അതിരിക്കുന്ന കണ്ടപ്പോ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി മണിക്കുട്ടാ. ഞാൻ ഓടി വന്ന് ദേ ഈ റൂമിനകവും എന്റെ പെട്ടിയും ബാഗും ഒക്കെ അരിച്ചു പറക്കി നോക്കി. ആ ഒറ്റക്കമ്മല് ഇവിടെ എങ്ങുമില്ല. ഇതിൽ സംശയിക്കാനൊന്നുമില്ല പാറു. ആ ജാസ്മിൻ തന്നെയാ അത് മോഷ്ടിച്ചത്. അത് പാറുവിന്റെ ജിമിക്ക് തന്നെയാണെന്ന് ഉറപ്പല്ലേ? അതെ, എന്റെ കമ്മല് കണ്ട പിന്നെ എനിക്ക് തിരിച്ചറിയില്ലേ? പക്ഷേ നഷ്ടപ്പെട്ടു പോയ ആ ആദ്യത്തെ കമ്മല് എങ്ങനെ ജാസ്മിന്റെ കൈവശം വന്നു എന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയ എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ ഇങ്ങനെ അത് ജാസ്മിൻ തന്നെ പറയണം, പറയിപ്പിക്കണം. മണിക്കുട്ട, എവിടുന്ന ഈ ശബ്ദം? എവിടെ നിന്നാണെന്ന് അറിയില്ല പാറു. ഇത് നിന്റെ ശബ്ദം പോലെ ഉണ്ടല്ലോ. എന്റെ സൗണ്ട് ഇങ്ങനെയല്ല, അത് കുറച്ചും കൂടി സ്വീറ്റാ. മണിക്കുട്ട, ശബ്ദം വരുന്നത് ഈ മാജിക് ബോക്സിൽ നിന്നാ. ഈ ശബ്ദം എങ്ങനെ നിർത്തുന്നേ? എനിക്കറിയില്ല പാറു, നീ ഒന്നും കൂടി ശ്രമിച്ചു നോക്ക്. എന്നെ കൊണ്ട് പറ്റുന്നില്ല മണിക്കുട്ട. പാറു, നിന്നെ കൊണ്ട് ആ സൗണ്ട് നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ നീ വേഗം വിശാൽ സാറിന്റെ കയ്യിൽ കൊണ്ട് കൊടുക്ക്. വിശാൽ സാർ അത് പുഷ്പം പോലെ നിർത്തും. എനിക്ക് പോയിട്ട് ഇത്തിരി ജോലിയുണ്ട്. മണിക്കുട്ട, അയ്യോ. വിപിൻ സാറേ, ഞാൻ എത്ര നേരമായി വന്നിട്ട് കാത്തു നിന്നും മടുത്തു. സാധാരണ ആൺകുട്ടികളാ പെൺകുട്ടികൾ ഇങ്ങനെ കാത്തു നിർത്തുന്ന. ഇതിപ്പോ നേരെ തിരിച്ചായിപ്പോയി. എന്റെ ബസ് വരുന്നതിന് ഒരു 5 മിനിറ്റ് മുൻപെങ്കിലും വിപിൻ സാറ് വന്ന് നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എന്റെ പൊന്നു പല്ലവി, വന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ഇങ്ങനെ കത്തിവെച്ച് കൊല്ലല്ലേ. നിനക്ക് ഈ സിറ്റിയെ പറ്റി എന്തറിയാം പറ? ഇവിടുത്തെ ട്രാഫിക്കും ബ്ലോക്കും ഒക്കെ കഴിഞ്ഞ് ഇപ്പോഴെങ്കിലും എനിക്ക് എത്താൻ പറ്റിയത് മഹാഭാഗ്യം. ഇതാ നീ ഇങ്ങനെ കണ്ണും മിഴിച്ച് നോക്കി നിൽക്കാതെ വണ്ടി കയറി പല്ലവി. പുറകിലിരിക്കാനോ? ഞാൻ മുന്നില് വിപിൻ സാറിനൊപ്പം ഇരുന്നോളാം. എന്തിനാ ഇത്ര സ്പീഡിൽ പോകുന്നേ? പതുക്കെ ഓടിക്ക് വിപിൻ സാറേ. നമുക്ക് അവരൊന്ന് സംസാരിച്ചോണ്ട് പതുക്കെ പോവാം. സ്പീഡ് പേടിയാണല്ലേ? അതങ്ങ് പറഞ്ഞ പോരെ. അല്ല, നിന്റെ കൂട്ടുകാരി വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, കക്ഷി എവിടെ? ആര്? സുരഭിയോ? അവൾക്കൊരു പരീക്ഷയുണ്ട്. പരീക്ഷ കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പൊക്കളാൻ പറഞ്ഞിട്ടുണ്ട്. അവളുടെ ഫോൺ ഇങ്ങ് വാങ്ങിച്ചു. ഇനി എപ്പോ വേണമെങ്കിലും വിപിൻ സാറിനെ എന്നെ വിളിക്കാം, എനിക്ക് വിപിൻ സാറിനെ വിളിക്കാം. അല്ല, നിന്റെ ഫോൺ എന്തോരെ ചാലുവല്ലേ? എന്തോരി? ഇഷ്ടപ്പെട്ട നമ്പർ കിട്ടുന്നില്ല. സാറിന്റെ നമ്പറിന്റെ അവസാനത്തെ അക്കം മാത്രം മാറി കിട്ടണം. ഒരു കടയിൽ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്.
നേരിട്ട് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. ഇനി ഫോണിൽ കൂടി ഈ കത്ത് ഞാൻ സഹിക്കണം. എന്താ വിപിൻ സാറെ പിറുപിറുക്കുന്നേ? എന്നെ പറ്റിയാണോ? അതെ, നിന്നെ പറ്റി തന്നെയാ. അതെങ്ങനെ മനസ്സിലായി? നീ എപ്പോഴാ തിരിച്ചു പോകുന്നെന്ന് ചിന്തിക്കായിരുന്നു. ഞാൻ ഇവിടെ വന്ന് കാല് കുത്തിയില്ല. അതിനു മുമ്പ് തിരിച്ചു പോകുന്ന എപ്പോഴാണോ ചിന്തിക്കുന്നേ? കഷ്ടം തന്നെ വിപിൻ സാറെ. അങ്ങനെ അല്ല പല്ലവി. നീ എപ്പോഴാണ് തിരികെ പോകുന്നതെന്ന് അറിഞ്ഞാലേ എനിക്ക് ഫ്രീ ആവാൻ പറ്റൂ. നിന്നെ ഡ്രോപ്പ് ചെയ്യണ്ടേ? അത് വേണം. അതിനു മുൻപ് എനിക്ക് വിപിൻ സാറിന്റെ കൈയും പിടിച്ച് ഈ സിറ്റി മുഴുവൻ കറങ്ങി കാണണം. പൂന്തോട്ടങ്ങള്, കാഴ്ച ബംഗ്ലാവ്, അങ്ങനെ അങ്ങനെ കാണേണ്ട കാഴ്ചകളുടെ ഒരു ലിസ്റ്റ് തന്നെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഓപ്പൺ. അയ്യോ,